ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്. ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മക്കളും കൂടി കല്യാണ റിസപ്ഷനായിട്ട് പോയിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഓഡിറ്റോറിയത്തിന് പറയുന്നത് കല്യാണ മണ്ഡപം എന്നാണ്. സാധാരണയായും വൈകുന്നേര സമയങ്ങളിലാണ് ഇവിടെ റിസപ്ഷനുകൾ വയ്ക്കാറുള്ളത്. പകൽ സമയത്തും ഉണ്ട്, എന്നാലും കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് വൈകുന്നേര സമയങ്ങളിലാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നപ്പോഴേക്കും അവിടെ റിസപ്ഷനൊക്കെ സ്റ്റാർട്ടായായിരുന്നു. കല്യാണം എന്നേ കഴിഞ്ഞതാണ്, പക്ഷേ റിസപ്ഷൻ ഇപ്പോഴാണ് വെച്ചത്. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ എല്ലാവരും ഗിഫ്റ്റുകൾ കൊടുക്കുകയും ഫോട്ടോസിൻ്റെ തിരക്കിലുമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളും പോയി ഗിഫ്റ്റുകളൊക്കെ കൊടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ പിന്നെ വെറൈറ്റി ഉള്ള വെജ് നോൺ വെജും എല്ലാം ഉള്ള ഫുഡായിരുന്നു. തൈര്, രസം, പിന്നെ ഇവിടുത്തെ സാമ്പാർ, ഇവിടുത്തെ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള കത്തിരിക്ക കറി, അങ്ങനെ പല ടൈപ്പിലുള്ള കറികളെന്നത്. പപ്പടം, ഒടിയാലെന്ന് പറയും, ഇവിടാണ് ഒടിയാലെന്ന് പറയും അതിന്. ഇത് വൈറ്റ് റൈസ്, ഇത് ചിപ്സ്, കോവയ്ക്ക, അങ്ങനെ ഓരോ ചിപ്സുകൾ, ഇത് കത്തിരിക്ക കറി, അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ളതായ എല്ലാ കറികളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം വൈറ്റ് റൈസിലോട്ടൊന്നും എനിക്കത്ര ഇൻട്രസ്റ്റ് വന്നില്ല. ഞാൻ ബിരിയാണി കണ്ടപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് ബിരിയാണി സെക്ഷനിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു. അപ്പം ചിക്കൻ ബിരിയാണിയും ചപ്പാത്തി, ചിക്കൻ കറി, അതുപോലെ തന്നെ ഗോങ്കൂര, ഇത് പച്ച കളറുള്ള ഗോങ്കൂര, അത് പച്ച കളറുള്ളത് ഒരു സ്വീറ്റാണത്. പാൽഗോവയാണ് അതിനുള്ളിലിരിക്കുന്നത്. അതൊരു ഫ്രൂട്ട്സിൻ്റെ സ്ലൈഡ്സ് ആക്കിയിട്ട് അതിനകത്ത് പാൽഗോവ വെച്ചിട്ട് സമൂസ മാതിരി ഷേപ്പാക്കിയതാണത്. നല്ലൊരു ഫ്രൂട്ടാണത്. ഫ്രൂട്ടിൻ്റെ ടേസ്റ്റും ഉണ്ട്, പാൽഗോവയുടെ ടേസ്റ്റ്, രണ്ടും കൂടെ ചേർന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കഴിക്കാൻ തന്നെ. പിന്നെ എല്ലാവരും അവിടെ നിന്ന് കഴിച്ചുകൊണ്ടേയിരുന്നു, കഴിച്ചവർ പോയിട്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഓഡിറ്റോറിയത്തിന് മുകൾ ഭാഗത്തായിട്ടുള്ള ലൈറ്റ്നിങ് അത്ര സൂപ്പർ മനോഹരമായിരുന്നു, കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളൊരു ഓഡിറ്റോറിയം തന്നെയായിരുന്നു. അപ്പോൾ തണുത്ത വെള്ളം അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, വേണ്ടുന്നവർ വെള്ളം കുടിക്കുന്നു. അങ്ങനെ ഞങ്ങളവിടുത്തെ റിസപ്ഷൻ നല്ലതായിട്ട് ആസ്വദിച്ചിട്ട് ഫുഡുകളൊക്കെ കഴിച്ചു. അതിനുശേഷം പിന്നെയും ഞങ്ങൾ ഒന്നുകൂടി ഓഡിറ്റോറിയത്തിനുള്ളിൽ പോയിട്ട് ചെറുക്കൻ്റെ പെണ്ണിൻ്റെ അടുത്ത് അവിടെ കാണാനായിട്ട് അവിടെ പോയി കുറേ നേരം നിന്നു. എന്നിട്ട് ബന്ധുക്കളും ആൾക്കാരും ഒക്കെ കാണുന്നവർ കാണുന്നു, വാഷ് ചെയ്യുന്നവർ കൈ വാഷ് ചെയ്യുന്നവർ വാഷ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല നീറ്റായിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ളൊരു ഓഡിറ്റോറിയം കൂടിയായിരുന്നു ആ ഓഡിറ്റോറിയം. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് സെഷനായ ഐസ്ക്രീമിൻ്റെ സെഷനിലേക്ക് വന്നു. അപ്പോൾ അവിടെ ഐസ്ക്രീം വെണ്ണിലയുടെ ഫ്ലേവറുള്ള വൈറ്റ് കളർ ഐസ്ക്രീമായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു. എന്നിട്ട് അവിടെ പഴം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വെറ്റിലേക്കകത്ത് മധുരങ്ങൾ ഏതാണ്ടെല്ലാം വെച്ചിട്ട് തരും, അത് ഞാൻ വാങ്ങിച്ചില്ല, അതും കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡുകളൊക്കെ കഴിച്ചു. നല്ലൊരു റിസപ്ഷനായിരുന്നു. നിങ്ങൾക്ക് ഈ റിസപ്ഷൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, കമൻറ്റ് ചെയ്യ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യ്, ആൻഡ് സപ്പോർട്ട് ചെയ്യ്.